ഹലോ, ഇവിടെ വീക്കെൻഡ്സിലാണ് കേട്ടോ കുറച്ച് സമാധാനമായിട്ട് ഇലാബറേറ്റ് ആയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു സാറ്റർഡേ ആണ് ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ ഒരു സാലഡും കുറച്ച് ബട്ടർ ഗാർലിക് എഗ്സും കൂടെ കഴിക്കാമെന്ന് വെച്ചു. ബട്ടർ ഗാർലിക് എഗ്സ് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാലഡിന് വേണ്ടിയിട്ട് അരൂഗ്ല ലീവ്സും പിന്നെ നെക്ടറീൻസും വെച്ചാണ് ഉണ്ടാക്കുന്നത്. അരൂഗ്ല ലീവ്സിന് കുറച്ച് സ്പൈസിയാണ് കേട്ടോ, ആ ഒരു സ്ട്രോങ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിഷ്ടമില്ലെങ്കിൽ ബേബി സ്പിനച്ച് ആയാലും ഈ ഒരു സാലഡിന് നല്ലതായിരിക്കും കേട്ടോ. അതും ഈ നല്ല നെക്ടറീൻസ്, നല്ല പഴുത്തിട്ടുള്ള നെക്ടറീൻസ് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ എല്ലായിടത്തും കാണുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ നെക്ടറീൻസ്. എനിക്ക് തോന്നുന്നു നെക്ടറീൻസിന് പകരം വേറെ ഏത് സ്റ്റോൺ ഫ്രൂട്ടും നമുക്ക് എടുക്കാൻ പറ്റും. പീച്ചും അതൊക്കെ ഒന്ന് ചേരുമായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഡൈസ് ചെയ്തിട്ടുള്ള അനിയൻസ്, പിന്നെ ടോസ്റ്റ് ചെയ്തിട്ടുള്ള പിക്കാനട്ട്സ്, ഇത് ഇത്രയാണ് ലെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗോട്ട് ചീസും കൂടെ അതിൻ്റെ മേലെ ഗ്രേറ്റ് ചെയ്തിടുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഡ്രസ്സിങ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒലിവ് ഓയിൽ, ബാൾസാമിക് വിനിഗർ, ഹണി, സോൾട്ട് ആൻഡ് പെപ്പർ. ഹണി നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഒഴിക്കാം കേട്ടോ. ഇതെല്ലാം ഇതിൻ്റെ ഒരു റേഷ്യോ, ഡ്രസ്സിങ്ങിൻ്റെ റേഷ്യോ എപ്പോഴും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. സോ അത് അഡ്ജസ്റ്റ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് ഈ സാലഡിനെ പുറത്തുനിന്ന് ഡ്രസ്സിൽ ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കാം. ഇപ്പോൾ എൻ്റെ വീക്കെൻഡിലെ ഫേവറേറ്റ് പാർട്ടാണ് കേട്ടോ ഈ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാലഡ്സ് ഉണ്ടാക്കുക. ഞങ്ങൾ സാലഡ് ഫാൻസ് ആയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഇന്ന് വിശാലമായിട്ട് ഊണാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മെയിൻ ഡിഷ് എന്ന് പറയുന്നത് നമ്മുടെ ചെമ്മീൻ കറിയാണ്. ചെമ്മീനും പച്ചമാങ്ങയും തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ചിട്ടുള്ളൊരു അടിപൊളി കറിയാണ് കേട്ടോ. ഇതിലേക്ക് ആദ്യം കുറച്ച് ഇഞ്ചി, ഗാർലിക്, അനിയൻസ് ആൻഡ് പച്ചമുളക് നല്ലോണം വഴറ്റി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, സാദാ ചില്ലി പൗഡർ, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം വഴറ്റി. പിന്നെ കുറച്ച് ടൊമാറ്റോ നല്ലോണം വേവുന്ന വരെ ഇട്ട് അത് സോട്ടേ ചെയ്തു. പിന്നെ പച്ചമാങ്ങയിട്ട് വേവിച്ചു. അത് ഹാഫ് വേവ് ആയപ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ചും കൂടി ഇട്ടിട്ട് വേവിച്ചു. ഇതെല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. ചോറിന് സൈഡ് ഡിഷായിട്ട് കോളിഫ്ലവർ മെഴുക്ക് വരട്ടിയും പിന്നെ റാഡിഷ് കിച്ചടിയും പിന്നെ നമ്മുടെ കൊഞ്ച് കറിയാണ് കേട്ടോ. നല്ല എരിവായിട്ടുള്ള കൊഞ്ച് കറിയൊക്കെ കഴിച്ചപ്പോഴത്തേക്കും പിന്നെ മധുരം കഴിക്കാൻ തോന്നി. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ കുറച്ച് ഡേറ്റ്സിൽ നമ്മുടെ പീനട്ട് ബട്ടറും കൂടെ വെച്ച് കഴിച്ചു. ഒരു സ്നിക്കേഴ്സിൻ്റെ ഏകദേശം ഒരു വെടയിലൊരു അയൽപ്പക്കത്ത് വരും കേട്ടോ അതിൻ്റെ ടേസ്റ്റൊക്കെ. എന്നിട്ട് ഈ ബെറീസിൻ്റെ ഈ സ്ക്വാഷ് ഉണ്ടാക്കി കുടിച്ചു. പിന്നെ നടക്കാൻ പോയപ്പോൾ ഈ ചില്ലി മാംഗോ കഴിച്ചത് അടിപൊളിയാണ് കേട്ടോ. ഹെം ഷോപ്പിൽ കിട്ടും. പിന്നെ ഹെം ഷോപ്പിലെ ഷോപ്പിങ്ങിന് പോയി അവിടുന്ന് ഈ കുക്കീസ് മേടിച്ചായിരുന്നു, ഓട്സും ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ ഇട്ടിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ചു. വൈകുന്നേരം സ്നാക്സ് മാത്രമായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.